ഹായ്, നമുക്ക് 10 മിനിറ്റിലൊരു അറബിക് റൈസ് റെഡിയാക്കിയാലോ? അറബിക് റൈസ് എന്നോ മന്തി റൈസ് എന്നോ എന്ത് വേണമെങ്കിലും പറയാം കേട്ടോ. അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗളിലേക്ക് 250 ml 3 കപ്പ് ലോങ് റൈസ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വാഷ് ചെയ്തിട്ട് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായ 2 ടൊമാറ്റോ ഇത് ജ്യൂസാക്കി എടുത്തിട്ടുണ്ട്. ഒട്ടും വെള്ളം ചേർക്കാതെ അരച്ചെടുത്തതാണ് കേട്ടോ. ഇനി ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള സ്പൈസസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഏലക്ക, പട്ട, ഗ്രാമ്പൂ, കുരുമുളക്, ചെറിയ ജീരകം, അതേപോലെ മാഗി ക്യൂബ്, എരിവിനാവശ്യമായ പച്ചമുളക്, ഉണക്കനാരങ്ങ, ബേ ലീഫ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ ഒരു സവാളേൻ്റെ ഹാഫ് ചെറുതായി കട്ട് ചെയ്തതും എടുത്തു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പോട്ട് അടുപ്പത്തേക്ക് വെച്ചിട്ട് റൈസ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് നോക്കാം. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്തിരിക്കുന്ന സ്പൈസസൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. എല്ലാം കൂടെ ഒരുമിച്ചിട്ടല്ല ഇട്ടത്. ആദ്യം ഏലക്ക, പട്ട, ഗ്രാമ്പൂ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചതിന് ശേഷം നമുക്ക് സവോള ഇട്ടിട്ടൊന്ന് സോട്ട് ചെയ്യുക. പച്ചമുളക് ഇട്ട് കൊടുക്കുക, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുക. അങ്ങനെ എല്ലാ സംഭവങ്ങളും ഞാനിവിടെ പൗഡേഴ്സായിട്ട് 1 ടീസ്പൂൺ അറബിക് മസാലയും മഞ്ഞൾപ്പൊടിയും എടുത്തിട്ടുണ്ട് കേട്ടോ. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ടൊമാറ്റോ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം. ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് അത്യാവശ്യം ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതാ അത്യാവശ്യം നന്നായിട്ട് വറ്റി കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. നമ്മൾ 3 കപ്പ് റൈസാണ് എടുത്തിരിക്കുന്നത്. അതിൽ 6 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കറക്റ്റ് അളവായിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 2 ഉണക്കനാരങ്ങയും ഒരു ബേ ലീഫും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ടൈമിൽ നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഉപ്പിൻ്റെ അളവ് കറക്റ്റ് അല്ലേ എന്ന് ചെക്ക് ചെയ്യേണ്ടത് ഈ ടൈമിലാണ് കേട്ടോ. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. നമ്മളവിടെ കഴുകി വൃത്തിയാക്കി വെച്ച റൈസ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. നമ്മുടെ റൈസ് ഇവിടെ റെഡിയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കന് റെഡിയാക്കേണ്ട ആവശ്യമുള്ളൂ. നമ്മളടുത്ത് ഓൾറെഡി ചിക്കൻ ഉണ്ടെങ്കിൽ നമുക്കങ്ങനെ റൈസ് മാത്രമായിട്ട് റെഡിയാക്കാം. നല്ല ടേസ്റ്റാണ് ഇതിലേക്ക്. ഇനി ഈ സെയിം മെത്തേഡിലേക്ക് നമുക്ക് ചിക്കൻ ഇട്ടിട്ടും ചെയ്യാം. ഇതൊരു സിമ്പിൾ മന്തി റൈസാണ്. ഇനി ഫൈനലി നമുക്ക് ഇതിലേക്ക് ഒരു സംഭവം കൂടി ചേർത്ത് കൊടുക്കാണ്ട് ജസ്റ്റ് ഒരു ഫോയിൽ പേപ്പർ ഒരു ബൗൾ പോലെ ആക്കിയിട്ട് ഞാൻ ചാർക്കോള് കത്തിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു പുകൻ്റെ സ്മെല്ല് വരാൻ വേണ്ടിയിട്ട്. ഇതും കൂടെ ആകുമ്പോൾ പെർഫെക്റ്റായി. ഇതാണ് സിമ്പിൾ ആൻഡ് ഈസി റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം.